തായ്ലൻഡും കംബോഡിയയും ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്ര സമുച്ചയമുള്ള അതിർത്തിയിലെ തർക്കത്തെ തുടർന്ന് ഏറ്റുമുട്ടലിലാണ്. തായ്ലാൻഡ്, കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന എമറാൾഡ് ട്രയാങ്കിൾ പ്രദേശത്താണ് സംഘർഷം. കംബോഡിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ തായ്ലാൻഡ് വ്യോമാക്രമണം നടത്തി. അതേസമയം പ്രതികരണമായി കംബോഡിയ റോക്കറ്റുകളും പീരങ്കികളും പ്രയോഗിച്ചു. ഏറ്റുമുട്ടൽ കുറഞ്ഞത് ഒരു തായ് സിവിലിയൻ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ്ത്തി. തായ്ലാൻഡ് കംബോഡിയയിലെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കുകയും ചെയ്തു. തർക്കമുള്ള അതിർത്തി പ്രദേശത്ത് നിന്ന് 40,000-ത്തിലധികം ആളുകളെ തായ്ലാൻഡ് ഒഴിപ്പിച്ചു. സംഘർഷ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ ചൈന തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കംബോഡിയ UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തർക്ക പ്രദേശത്തുള്ള മഹാദേവന്റെ അമ്പലത്തെക്കുറിച്ച് പറയാം. നൂറ്റാണ്ടുകളായുള്ള ഹൈന്ദവ സ്വാധീനം തായ്ലൻഡിലും കംബോഡിയയിലെ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലും സമീപ രാജ്യങ്ങളിലും വളരെ പ്രകടമാണ്. കംബോഡിയയ്ക്കും തായ്ലൻഡിനും ഇടയിലുള്ള അതിർത്തിയിൽ ഡാംഗ്രേറ്റ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ശിവക്ഷേത്രമാണ് പ്രിയവിഹാർ ക്ഷേത്രം. കംബോഡിയൻ സമതലത്തെ മറികടന്ന് ഒരു പാറക്കെട്ടിലാണ് ഈ അതിശയകരമായ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഖെമർ സാമ്രാജ്യകാലത്ത് 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ശിവക്ഷേത്രം 2008-ൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി മാറി. മിക്ക ഖമർ ക്ഷേത്രങ്ങളും ചതുരാകൃതിയിലാണ്. പക്ഷേ നീണ്ടുകിടക്കുന്ന ഈ അമ്പലം സങ്കീർണമായ കൊത്തുപണികൾ, ശില്പങ്ങൾ, ശിലാഫലകങ്ങൾ എന്നിവ കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. 100,000 സന്ദർശകരാണ് ഓരോ വർഷവും ഇവിടെ വരുന്നത്. ഇവിടുത്തെ വളരെ പഴക്കമുള്ള ഒരു അതിർത്തി തർക്കമാണ് ഇപ്പോൾ സംഘർഷത്തിൽ എത്തിയത്. 1962-ൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. പക്ഷേ ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടിരുന്നു. കംബോഡിയയുടെ ഇക്കണോമി ടൂറിസത്തിൽ നിന്നുള്ള വരുമാനത്തെയും പ്രധാനമായും ആശ്രയിക്കുന്നു. കംബോഡിയയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആകർഷണം അങ്കോർ വട്ട്, അങ്കോർ തോം എന്നീ വിഷ്ണു ക്ഷേത്രങ്ങളാണ്. പക്ഷേ പ്രിയവിഹാർ ക്ഷേത്രവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ചു. ഓരോ വർഷവും ഏകദേശം $50 മില്യൺ അഥവാ 415 കോടി രൂപ എന്ന ഈ ഇനത്തിൽ കിട്ടുന്നത്. തായ്ലൻഡും ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ്.